കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ കുറ്റവാളികളെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. അവരെ ഇനിയിപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകും. ദിലീപ് കുറ്റവിമുക്തനായതുകൊണ്ട് ജയിലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വീട്ടിലെത്തിയിരിക്കുന്നു ദിലീപ്. റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ്. റിയ, എപ്പോഴാണ് വൈദ്യപരിശോധനയ്ക്കടക്കം ഇവരെ കൊണ്ടുപോകുന്നത്? അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്ക് ഇവരെ കൊണ്ടുപോകും. അതിനുശേഷം വിയൂർ ജയിലിലേക്ക് പ്രതികളെ മാറ്റും എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കാരണം വലിയ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വിയൂർ ജയിലിലേക്കാണ് ഈ പ്രതികളെ 6 പ്രതികളെയും കൊണ്ടുപോവുക. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് എറണാകുളത്തെ പോലീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ക്യാമ്പ് ഓഫീസിലാണ് ഈ പ്രതികളുടെ വാഹനം എത്തിച്ചത്. അവിടെ നിന്നാണ് പൾസർ സുനി അടക്കമുള്ള 6 പ്രതികളും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ക്യാമ്പ് ഓഫീസിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു. മെഡിക്കൽ പരിശോധന നടത്തും. അതിനുശേഷം വിയൂർ ജയിലിലേക്ക്, അതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ വാഹനം കൂടി പുറത്തേക്കിറങ്ങും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിയൂർ ജയിലിലേക്ക് പൾസർ സുനി അടക്കമുള്ള കേസിലെ പ്രധാനപ്പെട്ട 6 പ്രതികൾ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോകും. അതിന്റെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളുമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാക്കനാട് ജയിലിലേക്കായിരിക്കും പ്രതികൾ എന്നതായിരുന്നു ആദ്യമുണ്ടായിരുന്ന സൂചന. പക്ഷേ ഇതിൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളാണ്. അതുകൊണ്ട് തന്നെ വിയൂർ ജയിലിലേക്ക്, സുരക്ഷ കുറച്ചുകൂടിയുള്ള വിയൂർ ജയിലിലേക്ക് പ്രതികളെ കൊണ്ടുപോകുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളുണ്ട്. ഇതിനിടയിൽ വൈദ്യപരിശോധനയ്ക്ക് കൂടി പ്രതികളെ കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വിജീഷ്, പ്രദീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളുമായുള്ള വാഹനം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിയൂർ ജയിലിലേക്ക് പ്രതികളെ കൊണ്ടുപോവുകയാണ്. മെഡിക്കൽ പരിശോധന അതിനു മുമ്പ് ഉണ്ടായേക്കും. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ കേസിലെ ആദ്യ 6 പ്രതികളെയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ നടി ആക്രമിച്ച കേസിലെ ആദ്യത്തെ 6 പ്രതികളെയും ഇപ്പോൾ കോടതി പരിസരത്ത് നിന്ന് കൊണ്ടുപോവുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. വെള്ളിയാഴ്ചയാണ് ഈ കേസിലെ ശിക്ഷ എന്ത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുക. അതിനു മുന്നോടിയായി വാദവും ഉണ്ടാകും. ഒരുപക്ഷെ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവിദഗ്ധരടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. 6 പ്രതികളാണ് കുറ്റക്കാർ. ദിലീപ് കുറ്റവിമുക്തനായതോടുകൂടി തന്നെ ഇനി ശിക്ഷ സംബന്ധിച്ച വലിയ ആകാംക്ഷകൾക്ക് പ്രസക്തിയില്ല. ക്രിമിനലുകളായ കൊട്ടേഷൻ സംഘങ്ങൾ തന്നെയാണ് ഇവർ. ജീവപര്യന്തം തുടങ്ങിയ ശിക്ഷകൾ അവർക്കും വലിയ പ്രശ്നമുണ്ടാക്കാൻ എന്തായാലും